ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്യാം ശങ്കർ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിജാബ് റിലേറ്റഡ് ന്യൂസാണ്. സോ കർണാടക ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജാബും അതേപോലെ സാഫ്രൻ ഷോൾസും അത് യൂണിഫോമിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. യൂണിഫോം ധരിക്കുമ്പോൾ സ്കൂളിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഹിജാബ് ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ സാഫ്രൻ ഷോൾസ് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള റൂളാണ് കർണാടക ഗവൺമെൻറ് ഫെബ്രുവരി 5 പാസ്സാക്കിയത്. അപ്പോൾ അതിനെതിരെ ഒരുപാട് പ്രൊട്ടസ്റ്റൊക്കെ വന്നു. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് പ്രൊട്ടസ്റ്റ് വന്നിട്ട് അവർ അത് കേസ് കൊടുത്തു. അങ്ങനെ ഹൈക്കോർട്ടിലെത്തി. ഹൈക്കോർട്ടിൽ വെച്ചിട്ട് ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. അതായത് അവരുടെ ഡിസിഷൻ കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഹിജാബ്സ് ആൻഡ് സാഫ്രൻ ഷോൾസ് ബാൻ ചെയ്യണം, സ്കൂൾസിൽ നിന്നും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും അത് ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ന്യൂസല്ല, ആ ഒരു ഹിയറിംഗ് വന്നു. അപ്പോൾ അതിൻ്റെ ശേഷം ഒരുപാട് പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കർണാടകയിൽ. അതിൻ്റെ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്ലാക്കാർഡ്സ്, അതായത് ആ ബോർഡ്സൊക്കെ പിടിച്ചിട്ട് സ്ത്രീകൾ ഹിജാബ് ഞങ്ങളുടെ റൈറ്റാണ്, അതായത് വി കവർ അവർ, ഞങ്ങളുടെ തല മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ, ഞങ്ങളുടെ ബ്രെയിൻ ഞങ്ങൾ കവർ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഞാൻ നിങ്ങളെ അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ന്യൂസ് എടുത്തത്. അതേപോലെ മറ്റൊരു ന്യൂസും കൂടി ഉണ്ട്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത്, തെഹ്റാൻ ക്യാപിറ്റലായിട്ടുള്ള ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ ഈ ഹിജാബ് കറക്റ്റായിട്ട് വെയർ ചെയ്യാത്തതിൻ്റെ പേരിൽ ആ ഒരു ലേഡിയുടെ പേര് പറയുകയാണെങ്കിൽ മാസ ആമിനി എന്ന് പറയുന്ന ആ ലേഡിയെ ഡീറ്റെയിൻ ചെയ്തു, കസ്റ്റഡിയിലെടുത്തു ഇറാനിൽ വെച്ചിട്ട്. കാരണം അവരുടെ റൂൾസ് എന്ന് വെച്ചാൽ മുസ്ലിം റൂൾസാണ്. അപ്പോൾ അവരുടെ റൂൾസിൽ ഹിജാബ്, അതേപോലെ ലൂസ് ക്ലോത്തിങ്, ലെഗ്സ് കവർ ചെയ്യാൻ ലൂസ് ക്ലോത്തിങ് വേണം എന്നുള്ളത് നിർബന്ധമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്ത് ആ റൂള് ഫോളോ ചെയ്യാത്തതിൻ്റെ പേരിൽ, ഹിജാബ് വെയർ ചെയ്യാത്തതിൻ്റെ പേരിൽ അവരെ കസ്റ്റഡിയിലെടുത്തു. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരുപാട് മർദ്ദിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ അവശയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് മരിക്കുകയുണ്ടായി. അവർ ജീവൻ പോയി. അപ്പോൾ ഒരുപാട് കസ്റ്റഡിയിലെടുത്തിട്ട് ഒരുപാട് അതായത് മർദ്ദിച്ചു എന്നാണ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മർദ്ദിച്ചു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയത് UN ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ടുള്ള നാഡ അൽ നാഷിഫാണ് ഇത് വെളിപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങളിൽ രണ്ട് രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടന്നു. അതായത് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ഇറാനിലും നടന്നു. അതായത് ഹിജാബ് വെയർ ചെയ്യണ്ട എന്നുള്ളതിന് പേരിൽ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു. അതേപോലെ നമ്മുടെ രാജ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂള് വന്നു ഹിജാബ് വെയർ ചെയ്യരുത് എന്ന്. അപ്പോൾ അതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ്. അപ്പോൾ രണ്ട് പ്രൊട്ടസ്റ്റും കൂടി ഒരു കമ്പൈൻഡ് ഫോമിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഹിജാബ് വെയർ ചെയ്യണമെന്നുള്ള റൂള് നമ്മുടെ രാജ്യത്ത് വരണമോ, അതോ ഇറാനിലത്തേക്ക് സിറ്റുവേഷൻ കണ്ടിട്ട് അത്രയ്ക്ക് ഹിജാബ് നിർബന്ധം ഇല്ല എന്നാണോ നിങ്ങളുടെ ഒപ്പീനിയൻ? നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവരും കണ്ടതിന് നന്ദി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. So bye everyone.